നാരായണ നാരായണ നാരായണ. ഓം വിദ്യാനാമ നരസ്യ രൂപമധികം പ്രച്ഛന്ന ഗുപ്തം ധനം. വിദ്യാഭോഗകരീ യശസ്സുഖകരീ വിദ്യാ ഗുരുണാം ഗുരു. വിദ്യാബന്ധുജനോ വിദേശഗമനേ വിദ്യാ പരാ ദേവതാ. വിദ്യാ രാജസു പൂജ്യത്തെ നഹി ധനം വിദ്യാവിഹീന പശു. വിദ്യ എന്ന് പറഞ്ഞാൽ വേദം, അറിവ്. അത് ആർക്കാണോ ഉള്ളത് അയാൾ വിദ്യയുള്ളയാൾ, വിദ്യവാൻ, ജ്ഞാനി എന്നർത്ഥം. വിദ്യ എന്ന അത് ആർക്കൊക്കെ ഉണ്ടോ അവർക്ക് ആ മനുഷ്യന് ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതായിട്ടുള്ള ധനമായിട്ട് വിദ്യയെ പറയണു. വിദ്യ കൊണ്ട് യശസ് അതെല്ലാവർക്കും അറിയാം. വിദ്യവാനാണോ ജ്ഞാനിയാണോ യശസ് ഉറപ്പാണ്. വിദ്യ കൊണ്ട് സുഖം കിട്ടണു, വിദ്യ കൊണ്ട് ധനം കിട്ടണു, അതുകൊണ്ട് സുഖഭോഗാദികൾ അനുഭവിക്കാൻ സാധിക്കണു. വിദ്യയുടെ ഏറ്റവും വലിയ ഒരു യോഗ്യത എന്നത് ഗുരുക്കന്മാരുടെയും ഗുരുസ്ഥാനത്താണ് വിദ്യ. ഗുരുക്കന്മാർക്ക് ഗുരു ആകാൻ പറ്റുന്നത് വിദ്യ കൊണ്ടാണ്. അപ്പോൾ ഗുരുവിൻ്റെയും ഗുരുവാണ് വിദ്യ. വിദ്യ എപ്പോഴും എല്ലാ മനുഷ്യർക്കും ബന്ധുക്കളാണ്. പലതരത്തിൽ വിദ്യകളുണ്ട്. 19 തരത്തിൽപ്പെട്ട വിദ്യ എന്നാണല്ലോ പറയുക. അതെല്ലാം വേദമായാലും ശാസ്ത്രമായാലും ഒക്കെ ബന്ധുക്കളാണ്. നമ്മൾ സ്വന്തം ദേശം വിട്ട് ഒരുപക്ഷെ ഭാഷ അറിയാത്ത ഒരു സ്ഥലത്തേക്ക്, നമുക്ക് ആ ഭാഷ അറിയില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വിദ്യകളെ കൊണ്ട് അറിയാത്ത എന്ത് ലോകമാണെങ്കിലും അവിടെ നമ്മുടെ കയ്യിലുള്ള വിദ്യ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന രീതിയിലാണ് എങ്കിൽ അവിടെ ഭാഷ വിഷയമല്ലാണ്ടേ. ഇനി അന്യനാട്ടിൽ പോയിട്ട് അവരുടെ ഭാഷ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ അവരിൽ സ്വീകാര്യനാവും. അപ്പോൾ വിദേശത്ത് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് വിദ്യ ഉണ്ടെങ്കിൽ അവിടെ എല്ലാവിധ അംഗീകാരം കിട്ടും, ധനം കിട്ടും, സുഖം കിട്ടും, ബഹുമാനം കിട്ടും, പലതും കിട്ടും. അപ്പോൾ വിദ്യ ഒരു പരാദേവത തന്നെയാണ്, ഒരു ഈശ്വരി തന്നെയാണ്. ഇത് എത്രത്തോളം രാജാക്കന്മാർ വരെ പൂജിക്കപ്പെടാവുന്ന രീതിയിൽ ഈ വിദ്യ ഉള്ളവനെ എല്ലാവരും അംഗീകരിക്കണം. വിദ്യ രാജസു പൂജ്യതേ. അതേപോലെ ധനമില്ല എന്ന് കൂട്ടുക. വിദ്യ ഉണ്ടെങ്കിൽ ധനം തന്നെ വന്നോളും. കാരണം പ്രച്ഛന്നഗുപ്തം ധനം. വിദ്യ ഇല്ലാത്ത ഒരാളാണെങ്കിലോ പശുവർഗത്തിന് സമാനാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിദ്യ എന്ത്? എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള, ഹിതമായിട്ടുള്ള എന്ത് അറിവാണോ അതിനെ വിദ്യ എന്ന് പറയാം. വിദ്യ ലോകഹിതമാവണം, ജീവഹിതമാവണം. അത് വളരെ പ്രധാനമാണ്. അങ്ങനെ ആയാൽ മാത്രമേ അതിന് വേണ്ട വിധത്തിലുള്ള പ്രയോജനം ലോകരാൽ അംഗീകരിക്കപ്പെടുന്നതായിട്ടുള്ള രീതിയിൽ വരുള്ളൂ. അതല്ലാച്ചാൽ അത് കുറ്റം ചെയ്യാനുള്ള, തെറ്റ് ചെയ്യാനുള്ള വാസനയായിട്ട് മാറും. അത് വളരെ വിപരീതമാണ്, ലോകത്തിന് അഹിതമാണ്. നമുക്കും അത് ശിക്ഷാവിധികളെ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വിഷമിപ്പിക്കും. അപ്പോൾ വിദ്യ 2 തരത്തിലുണ്ട് എന്ന് സാരം. സാത്വികമായിട്ടുള്ള വിദ്യ വേണം. ആയുധം കൊണ്ട് നല്ല നല്ല കഷ്ണം നുറുക്കാനോ ഉപയോഗങ്ങളെ കൊണ്ട് ധാരാളം പറ്റും. അതേപോലെ തന്നെയാണ് ഒരു കത്തിൻ്റെ ഒരാളെ കുത്തി കൊല്ലാനും പറ്റും. അപ്പോൾ വിദ്യ ലോകത്തിന് ഉപകാരപ്രദമാക്കാവുന്ന രീതിയിൽ, സാത്വികമായുള്ള രീതിയിൽ, ഏറ്റവും ഉപയോഗം എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ വിദ്യയെ ആരാണോ പഠിക്കുന്നത്, പ്രയോഗിക്കുന്നത്, അപ്പോൾ സദ് യശസ് കിട്ടും. അപ്പോൾ എന്താ വിദ്യ? വിദ്യ എന്നുള്ളത് ഈശ്വരനെ അറിയലാണ് വിദ്യ.
നാം നമ്മെ അറിയണം, പ്രപഞ്ചത്തെ അറിയണം, പ്രകൃതിയെ അറിയണം, പ്രകൃത്യാംശമായിട്ടുള്ള ഈ ദേഹത്തെ അറിയണം. ദേഹം ജീവനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടു, ജീവൻ എന്താണ്, പ്രാണൻ എന്താണ്, മനസ്സ് എന്താണ്, കർമ്മം എന്താണ്, കർമ്മം ആര് ചെയ്യിക്കണു, കർമ്മം ആര് ചെയ്യണു, ഫലം ആര് തരണു, ഫലം അനുഭവിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രാരബ്ധം തീരുക, പ്രാരബ്ധം വീണ്ടും വരിക, ഇങ്ങനെ പലതുമുണ്ട്. കാമബാക്കി, കർമ്മബാക്കി. അപ്പോൾ ഇതിൽ ഫലം ധാരാളം ഉണ്ടാവും, ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് ബാക്കിയായി. ഇങ്ങനെ വരാനുള്ള കാരണം എന്താ? നമ്മുടെ ഇവിടെ ശരീരത്തോട് കൂടിയിട്ട് ജീവൻ വന്നു, ഇവിടെ കർമ്മങ്ങൾ ധാരാളമുണ്ട്. ഈ കർമ്മങ്ങൾക്ക് ലക്ഷ്യം എന്താണ്? നമ്മൾ എവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്? ഇപ്പോൾ തോണി തുഴയുകയാണെന്ന് വെച്ചാൽ അക്കരെ കിടക്കണം എന്ന്, നദി കുറുകെ കിടക്കണം, സമുദ്രം അത് മറികടക്കണം, ഇങ്ങനെ ലക്ഷ്യബോധം ഉണ്ടാവും. അപ്പോൾ കർമ്മം ചെയ്യുന്നതൊക്കെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താ ലക്ഷ്യം? 100 ആൾക്ക് ചോറും കൂട്ടാനും വെച്ച് വെച്ചാൽ അതെല്ലാവർക്കും തികയണം. അപ്പോൾ അതിനൊരു ടാർഗറ്റ് വേണം, അതിനൊരു കണക്കും കാര്യങ്ങളൊക്കെ വേണം. ഇങ്ങനെ എല്ലാം ഒരു നിയമേന അളവ് ഇത്ര, രൂപം ഇത്ര, ലക്ഷ്യം ഇത്ര, ഇത്ര സമയം, ഇങ്ങനെ അങ്ങനെ പലതും അങ്ങനെ ചെയ്താലേ അതിൻ്റെ പൂർണ്ണത വരുള്ളൂ. അപ്പോൾ ലക്ഷ്യം എന്താണ്? ഭഗവാങ്കൽ എത്തുവാനാണ്. വിദ്യ എന്നത് എന്താണ്? ഭഗവാനെ അറിയലാണ്, ജീവനെ അറിയലാണ്, പരമാത്മാവിനെ അറിയലാണ്. ജീവാത്മാവിനെയും പരമാത്മാവിനെയും അറിഞ്ഞാലാണ് ഈ പരമാത്മാവിനെ ലക്ഷീകരിക്കാൻ സാധിക്കുള്ളൂ. അതിനാണ് വിദ്യ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിദ്യ എന്നത് ഭഗവാൻ ആണ്, ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ്. ഈ വിദ്യ നമ്മുടെ ഉള്ളിലിങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ് ചെയ്യാൻ. പുസ്തകസ്ഥാപിതാ വിദ്യ പരഹസ്തഗതം ധനം ദേശാന്തരഗത പുത്രോ നാമമാത്രം ഉപാചരേത്. പുസ്തകസ്ഥാപിതാ വിദ്യ നഹി ലോകപ്രയോജനം മസ്തകസ്ഥാപിതാ വിദ്യ സർവഥാപി പ്രയോജനം. പുസ്തകത്തിൽ വിദ്യ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് അപ്പം എടുക്കാൻ കിട്ടിയില്ല വെച്ചാൽ കഷ്ടമാണ്. എവിടെ എഴുതിയ ചെന്നും കൂടിയും കിട്ടിയില്ല വെച്ചാൽ എന്താ ചെയ്യുക? അപ്പോൾ അത് നഷ്ടമാണ്. അതേപോലെ അന്യരുടെ കയ്യിലുള്ള ധനം അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ കയ്യിലേക്ക് എത്തിയാലേ നമുക്കത് ഉപയോഗം ചെയ്യാൻ പറ്റുള്ളൂ. അന്യനാട്ടിലേക്ക് പോയിട്ടുള്ള പുത്രൻ, എൻ്റെ പുത്രൻ അവിടെ ഉണ്ട് കേട്ടോ, പൈസയൊക്കെ തരും, എന്താ കാര്യം? ചിലപ്പോൾ ഇവിടെ സേവനാവും വേണ്ടി വരിക. അതാരാ ചെയ്യുക? സേവകരെ. ചിലപ്പോൾ അടുത്ത വീട്ടുകാരാവും, ശത്രുക്കളാവും, എന്നാലും അവരാ ചെയ്യുക. എന്ന കൂട്ടത്തിൽ പുസ്തകത്തിലിങ്ങനെ വിദ്യ വെച്ച് കഴിഞ്ഞാൽ അത് ലോകത്തിന് അത്ര പ്രയോജനമില്ല. പുസ്തകത്തിനെ പട്ടിണിക്കിടരുത് എന്ന് പറയും. അതെങ്ങനെയാണ് വേണ്ടത്? പഠിച്ച് മസ്തകത്തിൽ എന്നുവെച്ചാൽ തലയിൽ കയറ്റണം എന്നർത്ഥം, പ്രയോഗിക്കാനേ. അങ്ങനെ സർവഥാപി പ്രയോജനം ആകുന്ന രീതിയിൽ, എപ്പോൾ വേണിച്ചെടുത്ത് പ്രയോഗിക്കാവുന്ന രീതിയിൽ, മറവില്ലാത്ത രീതിയിലാവണം എന്ന് സാരം. അപ്പോൾ സ്ഥിരമായിട്ട് സ്വാധ്യായം എന്ന് പറയും. എല്ലാ സമയത്തും അതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിയമേനയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ കുറച്ച് നേരം, വൈകുന്നേരം കുറച്ച് നേരം, ഇങ്ങനെയൊക്കെ പ്രയോഗിക്കണം എന്നാണ്. എന്ത് വിദ്യ ആയാലും, അത് തിയറിറ്റിക്കലായാലും പ്രാക്ടിക്കലായാലും മനസാ വചസാ കർമ്മണ 3 തരത്തിലും വിദ്യയെ പ്രയോഗിക്കണം. അപ്പോഴേ അത് നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് വിദ്യ നേടിയാൽ പോരാ, അതിനെ സ്വാധ്യായം ചെയ്യണം. എന്നുവെച്ചാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. അതിനെ ചൊല്ലുക വേണ്ട വെച്ചാൽ ചൊല്ലണം, പ്രയോഗിക്കുക വേണ്ട വെച്ചാൽ പ്രയോഗിക്കണം. ഇപ്പോൾ നീന്തൽ പഠിക്കുന്ന കൂട്ടത്തിലാണ്, നീന്തിയിട്ട് തന്നെ വേണം അത് നിലനിർത്താൻ, അല്ലാണ്ട് പുസ്തകത്തിൽ നോക്കിയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ വിദ്യയെ ആരാണോ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നത് അവർക്ക് വിദ്യയുടേതായിട്ടുള്ള എല്ലാ ഫലങ്ങളും എപ്പോഴും ലോകത്തിന് ഗുണത്തെ ചെയ്യുവാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മുടെ ലക്ഷ്യത്തെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട്, ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് യശസ്സ് കിട്ടും, ധനം കിട്ടും, സ്വസ്ഥത കിട്ടും, സന്തോഷം കിട്ടും. വേണ്ടത് വേണ്ട പോലെ സ്വീകരിക്കാനും വേണ്ടത് വേണ്ട പോലെ തിരസ്കരിക്കാനും വൈരാഗ്യം, ജ്ഞാനത്തോടു കൂടിയിട്ട് വൈരാഗ്യവും കിട്ടും. അത് ഭക്തി ഭാവത്തോടു കൂടിയിട്ടാക്കാൻ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത്രേ വേണ്ടൂ.
അമന്ത്രം അക്ഷരം നാസ്തി, നാസ്തി മൂലം അനൗഷധം, അയോഗ്യ പുരുഷോ നാസ്തി, യോജക തത്ര ദുർലഭ. അപ്പോൾ ഈ വിദ്യയെ എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത്, അതിനാണ് ഗുരുസ്ഥാനം. അയോഗ്യനായിട്ടുള്ള ഒരു പുരുഷൻ ഇവിടെ ഇല്ല, യോഗ്യത ഇല്ലാത്തതായിട്ടുള്ള ഒരു പുരുഷനും ഇല്ല. അർഹത നേടണമെങ്കിൽ എന്ത് വേണം? യോഗ്യത കൂടി നേടണം. യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ അടിസ്ഥാനം അത് ഈ വിദ്യ തന്നെയാണ്. ഔഷധമല്ലാത്തതായിട്ടുള്ള ചെടികളില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ വസ്തുക്കൾ മുഴുവൻ ഔഷധമാണ്. അതെങ്ങനെ ഔഷധമാവണു? ഭക്ഷണം ഔഷധമാണ്, വിഷം ഔഷധമാണ്. ആ രീതിയിൽ കണ്ടാലേ അത് പറ്റുള്ളൂ. സത്തും അസത്തും ഭഗവാനാൽ ഉണ്ടാക്കിയതാ. അപ്പോൾ ഈ അക്ഷരങ്ങൾ മുഴുവൻ അത് നശിക്കാത്തതായിട്ടുള്ള ഭാവത്തിൽ ജ്ഞാനത്തെ നമുക്ക് തന്നുകൊണ്ടിരിക്കണം. അതിനെ മന്ത്രമാക്കിയിട്ടെടുക്കുമ്പോൾ എല്ലാ അക്ഷരങ്ങളും മന്ത്രമാണ്. അക്ഷരം അമന്ത്രം ആയിട്ടില്ല. അപ്പോൾ എല്ലാ അക്ഷരങ്ങളും മന്ത്രമാണെങ്കിൽ നമ്മൾ നെഗറ്റീവ്സ് പറയാറില്ലേ? ഇല്ല, വയ്യ, ഇതൊക്കെ നെഗറ്റീവാ. വേണ്ട, അല്ല, ഒക്കെ നെഗറ്റീവാ. അത് അല്ല എന്നില്ല, അല്ലായികയില്ല, വേണ്ടായികയില്ല. ഇങ്ങനെ ഈ നെഗറ്റീവിനെ ഒരു നെഗറ്റീവും കൂടി ചേർത്ത് പോസിറ്റീവാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ വിദ്യ കയ്യിലുണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. യഥാർത്ഥത്തിലുള്ള വിദ്യ അത് ഓരോന്നിനെക്കുറിച്ചും പ്രത്യേകം പ്രത്യേകം പഠിക്കുന്നത് പോലെ തന്നെ എല്ലാറ്റിൻ്റെയും ടോട്ടൽ അത് ഈ ഈശ്വരൻ എന്ന ഭാവത്തിൽ എത്തുകയും വേണം. അങ്ങനെ എത്തിയാൽ മാത്രമേ ഈ ഭാസിൽ രതി ഉണ്ടാവൂ. ഭാരതം ഭാസിൽ രതിയുള്ളവൻ എന്നാണ്. ഭാരതം എന്ന് വെച്ചാൽ വെറുതെ ഒരു തീരി ഇന്ത്യ രാജ്യം എന്നുള്ള നിലയ്ക്കല്ല. ഈ ഭൂമി മുഴുവൻ, എന്തിനാ 14 ലോകം, ബ്രഹ്മാണ്ടം മുഴുവൻ സ്വതേ ഭാരതമാണ്. അതിൽ മുഴുവൻ ആരാണോ എല്ലാവർക്കും എപ്പോഴും ഗുണം മാത്രം സംഭവിക്കട്ടെ, നല്ലത് വരട്ടെ എന്നുള്ള ഭാവത്തിൽ ജീവിക്കുന്നത്, ഹിംസാം ദൂയതേ അങ്ങനെയുള്ള ഭാവത്തിലുണ്ടെങ്കിൽ അവനാണ് ഹിന്ദു. അങ്ങനെ എല്ലാ ഹിന്ദുക്കളും ഒരേപോലെ, ഹിന്ദു എന്ന് പറയുമ്പോൾ ജാതിയില്ല, മതമില്ല, അതല്ലെങ്കിൽ വർഗമില്ല, ഇതിനെ കാറ്റഗറൈസ് ചെയ്യരുത്. അങ്ങനെയുള്ള ആ ഹിംസാൻ ദ്വയത, ഹിംസയെ വെറുക്കുക, ഹിംസ പാടില്ല എന്ന് നിയമേന പ്രഖ്യാപിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവരെ കൊണ്ട് ഹിംസ ചെയ്യിക്കാതിരിക്കുക, അതിനെ തടുക്കുക, ഇത് ഹിന്ദുവിൻ്റെ ലക്ഷണം. ആ ഹിന്ദു സംഘേ ശക്തി കലൗയുഗേ എന്ന നിയമപ്രകാരം സംഘടിക്കുക തന്നെ വേണം. സാത്വികരെ മുഴുവൻ സംഘടിപ്പിക്കുക തന്നെ വേണം. അതിന് പ്രായഭേദം, ലിംഗഭേദം, സംസ്കാരഭേദം, ദേശഭേദം ഇതൊന്നുമില്ല. ഭാഷാഭേദം, ആരോഗ്യം, അനാരോഗ്യം, വലിയ ശരീരം, ചെറിയ ശരീരം, കറുത്ത ശരീരം, വെളുത്ത ശരീരം, വിവിധ ഭാഷകൾ, ഇതൊന്നും അതിന് പ്രശ്നമല്ല. ഇന്ന് ലോകം മുഴുവൻ ഈ വേദത്തെ ആശ്രയിച്ചുകൊണ്ട് വേദത്തിൽ പറഞ്ഞതിനെ, പുരാണങ്ങളിലായാലും ശാസ്ത്രങ്ങളിലായാലും ചെറിയ അറിവുകൾ തരുന്നതായിട്ടുള്ള ചെറിയ ഗ്രന്ഥങ്ങളായാലും വ്യാഖ്യാനങ്ങളായാലും ലോകത്തിലെ സാത്വികർ മുഴുവൻ ഈ വേദത്തിൽ നിന്നുള്ളതിനെ, വ്യാസോച്ഛിഷ്ടത്തെ സ്വീകരിക്കുന്നു. വ്യാസൻ പറഞ്ഞ വാക്കുകളെ സ്വീകരിക്കുന്നു. അതിൻ്റെ കാരണം ഹിംസാം ദൂയതേ ഇതി എന്ന ഹിന്ദു ഭാവത്തിൽ എത്തോണ്ട. അത് ഈ 7 വൻകരയിലുള്ള ആളുകളും ഒരേപോലെ സ്വീകരിക്കുന്നു എന്നത്, അവർ തമ്മിലുള്ള ഈ കൂടിച്ചേരൽ അത് സംഘബലമായിട്ട് വരണു. ഇപ്പോൾ ഇസ്കോൺ പോലെയുള്ള, അങ്ങനെ ധാരാളമുണ്ട്, ഇന്നത് എന്നെന്ന് പ്രത്യേകം പറയൊന്നും വേണ്ട. അവർ സാത്വികത വളർത്താൻ വേണ്ടിയിട്ട് നമ്മളേതായിട്ടുള്ള പല ആചാരങ്ങളും, ഇപ്പോൾ ഏറ്റവും ഒടുക്കം ഭാരതത്തിലെ അയോധ്യയിലെ ആ ദീപം ജ്വലിപ്പിക്കൽ, ദീപാരാധന, ആരതി,
അത് ഗിന്നസ് ബുക്കിൽ വന്നു. അപ്പോൾ അവിടെയും ഒരു സാത്വിക സന്ദേശം കൊടുക്കണു. ഇങ്ങനെ സാത്വികീ ശ്രദ്ധയാ സദാ വസതേ ഹിന്ദു. എല്ലാ സമയത്തും ഈ സാത്വികി ആയിട്ടുള്ള ശ്രദ്ധ, വിശ്വാസം, പ്രവൃത്തി ഹിന്ദുക്കളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ വർഗ്ഗമില്ല, ജാതിയില്ല, മതമല്ല, ഇതൊന്നുമല്ല പറഞ്ഞത്. ഹിംസയെ വെറുക്കുക എന്ന ഭാവമാണ്. എത്രത്തോളം ഈ വിദ്യ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുവോ അത്രയും വിദ്യ വിനയസമ്പന്ന. വിനയത്തോടു കൂടിയിട്ട്, ശുശ്രൂഷാഭാവത്തോടു കൂടിയിട്ട്, സ്നേഹത്തോടു കൂടിയിട്ട്, സമർപ്പണ ബുദ്ധിയോടു കൂടിയിട്ട്, അന്യന്മാർക്ക് സേവനം ചെയ്യുക എന്ന ഭാവത്തോടു കൂടിയിട്ട് ആരാണോ ജീവിക്കുന്നത് അവർ ഭക്തരാ. വിദ്യ നേടിയവൻ ഭക്തനായിരിക്കും. വിദ്യ വിനയസമ്പന്ന. അതേപോലെ നമ്മൾ ചെയ്യുന്നതിനെ എപ്പോഴും നമ്മൾ വിമർശനം ചെയ്യണം, വിശകലനം ചെയ്യണം എന്ന സൂത്രവാക്യം ദിനാന്തേത്തു ആത്മവിമർശനേനൈവ. എല്ലാ ദിവസവും ഞാൻ ഇന്ന് എന്ത് ചെയ്തു എന്നുള്ളത് നിർബന്ധമായിട്ടും മനനം ചെയ്ത് അതിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരവും, ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഞാനത് ചെയ്തിട്ടില്ല എന്ന് തോന്നിച്ചാൽ അത് നെഗറ്റീവാണ്. നാളെ അതും കൂടിയും ചേർത്ത് ചെയ്യണം. വേണ്ടതെങ്ങനെയാ? നാളത്തേതിൽ പാതിയും കൂടി ഇന്നേ നാം ചെയ്തു തീർക്കണം. ഇതാണ് നിയമം. ടാർഗറ്റ് ഇടുക, ഇന്ന് 1 കിലോമീറ്റർ ഇന്ന് നടക്കും എന്ന് ടാർഗറ്റ് ചെയ്തിട്ട് നടക്കുമ്പോൾ 1.5 കിലോമീറ്റർ നടക്കണമെന്നാ. അത് നമ്മൾ 3/4 കിലോമീറ്ററേ നടന്നിട്ടുള്ളൂ എങ്കിൽ 1 കിലോമീറ്റർ നടന്നതിൻ്റെ ശേഷം ഈ 3/4 കിലോമീറ്ററിൽ ബാക്കി 1/4 കിലോമീറ്ററും കൂടി നടന്നതിൻ്റെ ശേഷം നാളത്തേതായിട്ടുള്ള 1 കിലോമീറ്ററിൻ്റെ പകുതി 1/2 കിലോമീറ്റർ നടക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഒരു 1/4 കിലോമീറ്റർ കിട്ടിച്ചാൽ ഇന്നലത്തേത് തീർത്തു, ഇന്നത്തേതിൽ നിന്നും ഒരു ലേശം കൂടിയും കൂട്ടിച്ചേർക്കാൻ സാധിച്ചു. നാളത്തേതിൽ പാതിയും കൂടി ഇന്നേ നാം ചെയ്തു തീർക്കണം. ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലോകഹിതത്തിന് വേണ്ടിയിട്ട് സാത്വികമായിട്ടുള്ള പ്രവൃത്തി ആരാണോ ചെയ്യുന്നത്, കർമ്മം സമ്പൂജിതം ശശ്വൽ തത്ഫലം ലോകഹിതം സദാ. കർമ്മം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഈ കർമ്മങ്ങളൊക്കെ എല്ലാവരാലും പൂജിക്കപ്പെടണം, എന്നും പൂജിക്കപ്പെടണം, എന്നും അത് ശാശ്വതമായി തീരണം. അതിൻ്റെ ഫലം ലോകത്തിന് ഹിതമാവണം, ഈശ്വരന് സമ്മതാവണം, നമുക്കും അതുകൊണ്ട് ഗുണമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ ഈ ജോലിക്രമം അനുസരിച്ച് വർണ്ണാശ്രമ നിയമേനൈവ നിത്യ അനുഷ്ഠാനമാചരേത് എന്ന് നിയമം മൂലം ഈ ഗുരുക്കന്മാരെ കൊണ്ട് ഭഗവാൻ പറയിച്ചത്. ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം. അത് നമ്മൾ ചെയ്യണം. രാവിലെ മൂന്നാമത്തെ 1.5 മണിക്കൂർ മുന്നെയെങ്കിലും, സൂര്യൻ ഉദിക്കുന്നതിന് 1.5 മണിക്കൂർ മുന്നെയെങ്കിലും എഴുന്നേറ്റ്, അതേപോലെ സന്ധ്യയ്ക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, ഇരുട്ടായതിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഗോ ടു ബെഡ്, കിടക്കുക തന്നെ വേണം. ജസ്റ്റ് ബിഫോർ അന്നന്ന് ചെയ്തതൊക്കെ ചിന്തിക്കുകയും വേണം. അന്നന്ന് ചെയ്തു തീർക്കേണ്ടത് അന്നന്നേ ചെയ്തു തീർക്കണം. പിന്നേക്ക് വെച്ചാൽ അത് പിന്നെയും ഒന്ന് നീട്ടേണ്ടതായി വരും. ഈ ഒരു ലക്ഷ്യബോധത്തോടു കൂടിയിട്ട് എന്നും നമുക്ക് ജീവിക്കാൻ ഭഗവാൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് ഭഗവാൻ നമ്മളെ കൊണ്ട് കലികാലത്തിൽ നാമം ജപിക്കാനും ദാനം ചെയ്യാനും വളരെ നിർബന്ധമായിട്ട് പറയണം. ലക്ഷ്മീർനാമ ഹരേർനാമ ശംഭോർനാമ സദാ നര കലൗ നിത്യം ജപേദ്മർത്യ നാസ്ത്യവ ഗതിരന്യഥ. അതുകൊണ്ട് കുട്ടികളിലൂടെ നാമം ജപിച്ചുകൊണ്ട്, നാമം ജപിപ്പിച്ചുകൊണ്ട് അവരെ എത്രത്തോളം വളർത്താൻ സാധിക്കുമോ അത്രത്തോളം വളർത്തുക. ശൈവ വൈഷ്ണവ ശാക്തേയമായ രീതിയിൽ അവരെ ഉന്നതിയിലേക്ക് എത്തുവാൻ ഈശ്വരൻ്റെ സഹായത്തോടു കൂടിയിട്ട്, ഈശ്വരൻ്റെ പിൻബലത്തോടു കൂടിയിട്ട്, ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവരെ സാത്വിക ഭാവത്തിലേക്ക് എത്തിക്കാൻ, സംഘബലത്തോടു കൂടിയിട്ട് ഈ പ്രകൃതിയെ സ്നേഹിക്കാൻ, ശുശ്രൂഷിക്കാൻ, അന്യകർമ്മം ചെയ്യുവാൻ, പരോപകാരം ചെയ്യുവാൻ. ഇങ്ങനെ അന്യകർമ്മം ചെയ്യാച്ചാൽ അന്യൻ്റെ
ബ്രാഹ്മണൻ ക്ഷത്രിയൻ്റെ അല്ലെങ്കിൽ ബ്രാഹ്മണൻ ശൂദ്രൻ്റെ കർമ്മം ചെയ്യണം എന്നല്ല പറഞ്ഞത്. അന്യന് വേണ്ടിയുള്ള കർമ്മങ്ങളെ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവരെ സജ്ജരാക്കണം. അപ്പോൾ ഗുരുക്കന്മാരാണെന്ന് വെച്ചാൽ ഗുരുക്കന്മാരുടെ കർമ്മം ചെയ്യണം, കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ കർമ്മം ചെയ്യണം, സ്ത്രീകളുടെ കർമ്മം ചെയ്യണം. ഇങ്ങനെ എല്ലാ സമയത്തും ഈ സാത്വികീ ശ്രദ്ധ ഉണ്ടാകുവാൻ നമ്മൾ അവരെ പ്രേരിപ്പിക്കണം. ഇത് നമ്മുടെ കടമയാണ്. നാമം ജപിക്കണം എന്ന് പറഞ്ഞു. നാമം ജപിക്കവേ രൂപം സ്മരിക്കണം, ലീലയറിയണം താത്വികരായി നരൻ. നാമി കുടിയേറാൻ നമ്മിൽ സദാഹൃതി, ഭക്തിയോടൊത്ത് മനം ശുദ്ധമാക്കുവാൻ. അപ്പോൾ എന്തിനാണ് നാമം ജപിക്കണത്? നമുക്ക് ഭക്തിയോട് കൂടിയിട്ട് നാമത്തെ സദാ ജപിക്കാൻ സാധിച്ചുവെങ്കിൽ അത്രയും സമയം നമ്മുടെ മനസ്സിലേക്ക് കളങ്കം വരില്ല, ചീത്ത വിചാരങ്ങൾ വരില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം നാമം ജപിക്കാൻ. നാമം ജപിക്കുമ്പോൾ ഭഗവാന്റെ രൂപത്തെ സ്മരിക്കണം. ആ ലീല എന്താ അതറിയണം, അതിൻ്റെ താത്വിക വശം എന്താ അതറിയണം. സദാസമയത്തും നമ്മുടെ ഹൃദയത്തിൽ ഈ നാമിയായിട്ടുള്ള ഈ ഭഗവാൻ സകല സ്വരൂപത്തിൽ, അവതാര സ്വരൂപത്തിൽ ഭക്തരെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൽ ആ ലീലയോട് കൂടിയിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവും. അതുകൊണ്ട് അഹോരാത്രം ജപിക്കേണം ആയുഷ്കാലം നരൻ മുത, 100 ജന്മം ചെയ്ത പാപം തീർന്നിടാൻ മുക്തി നേടുവാൻ. അപ്പോൾ എല്ലാ സമയത്തും ഈ നാമത്തെ ആശ്രയിക്കുക. നാം എന്തൊക്കെയാണോ സ്വീകരിച്ചത് അത് മുഴുവൻ കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക, ദാനിയായിട്ട് മാറുക. 14 കോടി നാമം ജപിച്ചാലേ കഷ്ടിച്ച് നമ്മുടെ പാപം തീരൂ എന്നാണ് പറയണത്. ഓരോ ശ്വാസം വലിക്കുമ്പോഴും നാമം ജപിക്കണമെന്ന. 27,000 ദിവസമാണ് ഒരു ആളുടെ ശരാശരി ആയുസ്. അത് 20,000 തൊട്ട് 21,000 തൊട്ടിട്ട് 46,000 ദിവസം വരെ ജീവിക്കുന്നവരുണ്ടാവാം. സാമാന്യേന പറയുമ്പോൾ 72 വയസ്സ് എന്ന് കണക്കാക്കുമ്പോൾ 27,000 ദിവസം. അപ്പോൾ ഒരു ആള് ഒരു സെക്കൻഡിൽ ഒരു നാമം, അത് നമുക്ക് അത്ര പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ഓരോ സെക്കൻഡിലും ഓരോ അക്ഷരം. ഇനി അതില്ലാച്ചാൽ 2 സെക്കൻഡിൽ ഒരക്ഷരം, 5 സെക്കൻഡിൽ ഒരക്ഷരം എന്ന രീതിയിൽ നമുക്ക് പറ്റുന്ന. അപ്പോൾ 27,000 നാമം പറ്റിയില്ല വെച്ചാൽ 21,000 നാമം. 21,000 നാമം ഇൻറ്റു, ഇതിപ്പോൾ ദിവസത്തിൻ്റെ കണക്കാണ്, 24 മണിക്കൂർ ആണ് ഒരു ദിവസം. അപ്പോൾ 21,000 ഇൻറ്റു 24. ഇനി ഒരു മണിക്കൂർ പറഞ്ഞാൽ 60 മിനിറ്റായി. അപ്പോൾ ഇൻറ്റു 60. ഇനി 60, അത് 60 മിനിറ്റാണല്ലോ ഒരു മണിക്കൂർ. അപ്പോൾ ഇൻറ്റു 60 സെക്കൻഡ് മണിക്കൂർ. അപ്പോൾ ഇൻറ്റു 60. ഇങ്ങനെ കണക്കാക്കിയിട്ട് വേണം നാമത്തെ ജപിക്കാൻ. അജപാജപം എന്ന് പറയും. എപ്രകാരത്തിലാണോ ശ്വാസം വലിക്കുന്നത്, ശ്വാസത്തെ വലിക്കുന്നു വിടുന്നു, അതേപോലെ നാമത്തെയും ഇങ്ങനെ വേണമെന്നാ. അതാണ് ഈ അജപാജപം. അങ്ങനെ നാമം ജപിക്കണം. എങ്ങനെ? അഹോരാത്രം ജപിക്കണം ആയുഷ്കാലം നരൻ മുത. എത്ര കാലമാണോ ആയുസ് അത്രയും കാലം നാമം ജപിക്കണം എന്നാ. അങ്ങനെ 100 ജന്മം ചെയ്തുള്ള പാപങ്ങളെ നമുക്ക് ഈ ജന്മം കൊണ്ട് തീർക്കാൻ സാധിക്കും. ഇനി ഇതുകൊണ്ടുള്ള ഫലം എന്താ? നാമം ജപിച്ചാൽ ചഞ്ചല ചിത്തമടക്കാൻ ജപിക്കണം, എണ്ണം പിടിക്കണം ശ്രദ്ധ ലഭിക്കുവാൻ. ശ്രീഹരി നാമത്താൽ നാമിക്കു തുല്യരായി ഭക്തൻ ഭവം വിടും ബ്രഹ്മത്തിലെത്തിടും. മനസ്സ് ചഞ്ചലമാണ് എങ്കിൽ അതിനെ അടക്കാൻ വളരെ പ്രയാസ. മനസ്സ് കണ്ട് ഒതുങ്ങണില്ല, എന്താ ചെയ്യുക? നാമം ഈ പ്രകാരത്തിൽ ജപിക്കുകയാണെങ്കിൽ മനസ്സടങ്ങും. കുറച്ചും കൂടി മനസ്സിരുത്തി എണ്ണം പിടിച്ചിട്ടാണ് ജപിക്കണമെന്ന് വെച്ചാലോ, എന്നാൽ കൂടുതലായിട്ട് മനസ്സ് ഒതുങ്ങി കിട്ടും. ഇനി ഭഗവാന്റെ ഈ നാമം ജപിക്കുമ്പോൾ വിരാട് രൂപനാണ്, സ്വരാട് രൂപനാണ്, വിശ്വനാണ്. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് ഈശ്വരനായിട്ട് കാണാൻ സാധിക്കണം. അതുകൊണ്ട് നമുക്ക് പൂർവ്വജന്മങ്ങളിലെ പാപങ്ങളെ തീർക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഭവം, സംസാര സമുദ്രം, അത് വിടാൻ സാധിക്കും. ഭവാർണവം, സംസാരം അത് വിടാൻ സാധിക്കും. അങ്ങനെ ബ്രഹ്മത്തിലെത്തും, പാപനാശം സംഭവിക്കുകൊണ്ട്. ഇങ്ങനെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും എപ്പോഴും സാധിക്കുമാറാകട്ടെ.
വർണ്ണാശ്രമ നിയമം പ്രായത്തിനനുസരിച്ചും കുലത്തിനനുസരിച്ചും ഈ ലോകത്തിന് ഉപകാരമായിട്ട് നമ്മെ കൊണ്ട് ഭഗവാൻ വേണ്ടത് വേണ്ട വിധിപ്രകാരം ചെയ്യിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിദ്യയെ നേടാൻ എല്ലാവരും ഒരേപോലെ വേദത്തെ നേടുവാൻ, അറിവിനെ നേടുവാൻ, അതിലെ സാത്വിക ഭാവത്തെ നേടുവാൻ എത്രത്തോളം ഈ ഗവേഷണ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ലോകത്തിന് ഇനിയും എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടുപിടിച്ച് കൊടുക്കുക, ലോകോപകാരമാക്കിയിട്ട് ഈ അറിവിനെ മുഴുവൻ പ്രയോജനപ്പെടുത്തുക, ഇങ്ങനെ എത്രത്തോളം ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുമോ അത് മുഴുവൻ ചിന്തിക്കാൻ നമുക്ക് ഈ നാമത്തെ ജപിച്ചുകൊണ്ട് നാമിയെ ആശ്രയിക്കാൻ, കലികാലത്തിൽ നാം ചെയ്തതായിട്ടുള്ള എന്തെങ്കിലും പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തീരുവാൻ, അതേപോലെ ഈ ലോകം നമ്മെ ഇങ്ങനെ ഒരു സാത്വിക ഭാവത്തിൽ ഒരാളുണ്ടായിരുന്നു എന്ന് പറയിക്കാൻ തക്കവണ്ണം വലുതാവാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നാരായണ നാരായണ നാരായണ.